നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന രമേശ് ചെന്നിത്തല. UDFനെ പരാജയപ്പെടുത്താൻ LDFും BJPയും തമ്മിൽ അന്തർധാരയുണ്ട്. NDAയുടെ വോട്ട് CPMലേക്ക് പോയപ്പോഴാണ് തുടർഭരണം കിട്ടിയതെന്നും 2021 മോദിയും പിണറായിയും തമ്മിലുള്ള ധാരണയാണ് ഇപ്പോഴും തുടരുന്നതെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ 5 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ. വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ 5 ബൂത്തുകളുടെ പൂർണ്ണ നിയന്ത്രണം വനിതകൾക്കായിരിക്കും. പയ്യന്നൂർ എടാട്ട് വൻ ലഹരിവേട്ട. ദമ്പതികളടക്കം 3 പേർ പോലീസിന്റെ പിടിയിലായി. 41 ഗ്രാം MDMAയും 241 മില്ലി ഹാഷിഷ് ഓയിലുമാണ് പോലീസ് പിടികൂടിയത്. ബേക്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ തളങ്കര ബീച്ച് പാർക്കിന് സമീപം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയുടെ നിർദ്ദേശപ്രകാരം കടൽ തീര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. സിനിമാ താരവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായ ബിനീഷ് കോടിയേരിയും സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ചേർന്ന തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ മോർണിംഗ് വാക്ക് നടത്തി. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാക്ക് സംഘടിപ്പിച്ചത്. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന്റെ 3ാം ദിനമായ വെള്ളിയാഴ്ച മറത്തുകളി നടന്നു. ബാത്തൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കൊയ്യോങ്കര ഭാസ്കര പണിക്കരും ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം ചാമുണ്ടിക്കുന്നിനെ പ്രതിനിധീകരിച്ച പാണപ്പുഴ പത്മനാഭ പണിക്കരും പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെറികെട്ട ഭാഷാ പ്രയോഗം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടെ മാറ്റിക്കൊടുക്കുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോഴിക്കോട് MPയുമായ AK രാഘവൻ പറഞ്ഞു. തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ മണ്ഡലം തല പര്യടനം വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തല. UDFനെ പരാജയപ്പെടുത്താൻ LDFും BJPയും തമ്മിൽ അന്തർധാരയുണ്ട്. NDAയുടെ വോട്ട് CPMലേക്ക് പോയപ്പോഴാണ് തുടർഭരണം കിട്ടിയത്. 2021 മോദിയും പിണറായിയും തമ്മിലുള്ള ധാരണയാണ് ഇപ്പോഴും തുടരുന്നതെന്നും ചെന്നിത്തല. കേരള പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ 700 കോടിയുടെ അഴിമതി സംബന്ധിച്ച് ഉന്നയിച്ച ആരോപണം ശരിവെച്ച ഹൈക്കോടതി നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുവെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. UDFന് 100 സീറ്റ് കിട്ടുമെന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി പ്രചരണത്തിന് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം UDFന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ജനങ്ങൾ ഈ സർക്കാരിനോട് അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. 10 വർഷം ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് LDF നേരിടുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് പരാജിതന്റെ ഒരു കപട ആത്മവിശ്വാസമാണ്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ലോ. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര ഒഴിച്ച് എല്ലായിടത്തും UDF ജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20ൽ 18 സീറ്റും UDF നേടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെക്കാൾ ബഹുദൂരം മുന്നോട്ട് പോകാനും വിജയം നേടാനും UDFന് കഴിഞ്ഞു. ഞങ്ങൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പറയുന്നത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ്, ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും UDFന് ജനങ്ങൾ വൻപിച്ച പിന്തുണ നൽകിയുണ്ടായി. ആ പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ 5 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ. വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ 5 ബൂത്തുകളുടെ പൂർണ്ണ നിയന്ത്രണം വനിതകൾക്കായിരിക്കും.
വോട്ടർമാർക്ക് മികച്ച പോളിംഗ് അനുഭവം നൽകുന്നതിനായി 5 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പൈവളികെ നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാസർഗോഡ് മണ്ഡലത്തിൽ വിദ്യാഗിരി SABM പഞ്ചായത്ത് UP സ്കൂൾ, ഉദുമ മണ്ഡലത്തിൽ ബാരെ GWLP സ്കൂൾ, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ രാവണേശ്വരം GHSS, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നീലേശ്വരം ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ. ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പൂർണ്ണമായും ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പോളിംഗ് ബൂത്തുകളിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഭിന്നശേഷിക്കാർ ആയിരിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉപ്പള അഹലെ സുന്നത്ത് ഹനഫി ജാമിയ മസ്ജിദ് കെട്ടിടം, കാസർഗോഡ് മണ്ഡലത്തിൽ മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ, ഉദുമ മണ്ഡലത്തിൽ ചട്ടഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഹോസ്ദുർഗ് ഗവൺമെന്റ് LP സ്കൂൾ, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പാലത്തടം കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് എന്നിവയാണ് ഭിന്നശേഷി സൗഹൃദ ബൂത്തുകൾ. വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ 5 ബൂത്തുകളുടെ പൂർണ്ണ നിയന്ത്രണം വനിതകൾക്കായിരിക്കും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കുമ്പള ഹോളി ഫാമിലി എയ്ഡഡ് സീനിയർ ബേസിക് സ്കൂൾ, കാസർഗോഡ് മണ്ഡലത്തിൽ ഗവൺമെന്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം, ഉദുമ മണ്ഡലത്തിൽ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ അജാനൂർ മാണിക്കോത്ത് KAKHM ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ എന്നിവയാണ് വനിതാ ബൂത്തുകളായി പ്രവർത്തിക്കുക. ഈ പോളിംഗ് സ്റ്റേഷനുകളുടെ സുഗമമായ നടത്തിപ്പിനായി സെക്ടറൽ ഓഫീസർമാരെയും ബൂത്ത് ലെവൽ ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പയ്യന്നൂർ എടാട്ട് വൻ ലഹരിവേട്ട. ദമ്പതികളടക്കം 3 പേർ പോലീസിന്റെ പിടിയിലായി. 41 ഗ്രാം MDMA-യും 241 മില്ലി ഹാഷിഷ് ഓയിലുമാണ് പോലീസ് പിടികൂടിയത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. മാരക ലഹരി വസ്തുക്കളായ MDMA-യും ഹാഷിഷ് ഓയിലുമായി ദമ്പതികളടക്കം 3 പേരെയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ രാത്രികാല പരിശോധനയിൽ പോലീസ് വലയിലാക്കിയത്. കണ്ണൂർ ചാലാട് സ്വദേശി നാദിർ നൂറുദ്ദീൻ, നാദിറിന്റെ ഭാര്യ ഐന, കണ്ണൂർ നടാൽ സ്വദേശി ഷാനിദ് K എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയോരത്തെ പയ്യന്നൂർ എടാട്ട് കണ്ണങ്ങാട്ട് സ്റ്റോപ്പിന് സമീപത്താണ് ഇവരെ പോലീസ് തടഞ്ഞു വെച്ച് പരിശോധിച്ചത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന മഹീന്ദ്ര KUV 100 കാറിൽ നടത്തിയ പരിശോധനയിൽ 41.140 ഗ്രാം MDMA-യും 241 മില്ലി ഹഷിഷ് ഓയിലുമാണ് കണ്ടെത്തിയത്. കാറിന്റെ ഡിക്കിയിൽ ഒരു ബിഗ് ഷോപ്പറിലെ ബാഗിൽ പൊതിഞ്ഞുവെച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. മംഗളൂരുവിൽ നിന്നും കണ്ണൂരിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു ഈ ലഹരി മരുന്നുകളെന്ന് പോലീസ് പറഞ്ഞു. പോലീസിനെ വെട്ടിക്കാൻ നിയമവിരുദ്ധമായ രീതിയിൽ മോഡിഫൈ ചെയ്ത കാറിലായിരുന്നു ലഹരി മരുന്ന് കടത്ത് നടത്തിയത്. കണ്ണൂർ റൂറൽ SP-യുടെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻ സാഫിന്റെ സഹായത്തോടെ പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാത്രികാല പരിശോധന നടത്തിയത്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കും. വരും ദിവസങ്ങളിലും കൂടുതൽ കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബേക്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ തളങ്കര ബീച്ച് പാർക്കിന് സമീപം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയുടെ നിർദ്ദേശപ്രകാരം കടൽത്തീര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയുടെ നിർദ്ദേശപ്രകാരം കടൽത്തീര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ബേക്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവരുടെ പങ്കാളിത്തത്തോടെ സ്റ്റേഷൻ പരിധിയിലെ തളങ്കര ബീച്ച് പാർക്കിന് സമീപം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമായ കൃഷ്ണദാസ് പലേരി കണ്ടൽ ചെടി നട്ടുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, ഏറെ സന്തോഷമുണ്ട് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചന്ദ്രഗിരി പുഴയോരത്താണ്. ചന്ദ്രഗിരി പുഴ എന്ന് പറയുമ്പം ഒരു ചക്രവർത്തി പേര് കൊടുത്ത ഏക പുഴയാണ്. ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ പുഴക്ക് പേര് കൊടുത്തത്. 105 കിലോമീറ്റർ ദൂരെ കർണാടകയിലെ പാണ്ടിനൽക്കാട് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ വടക്ക് ഭാഗത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കണ്ടൽക്കാടുകൾ കാണാം. അത് മാത്രമല്ല, കണ്ടൽക്കാടിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് സുനാമി കാലഘട്ടത്തിലാണ്. അതുപോലെ പ്രളയം അത്രയൊന്നും അധികം സ്പർശിക്കാത്തത് നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. ആലോചിച്ചു. കാരണം കാസർഗോഡ് ജില്ലയുടെ ഒരു പരിസ്ഥിതി ഭൂപ്രകൃതി ഘടന അങ്ങനെയാണ്. 12 പുഴകളുണ്ട്. അപ്പൊ അതിൽ തന്നെ 9 വലിയ പുഴകളും പിന്നെ 3 ചെറിയ പുഴകളും. മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറിയ പുഴ. അപ്പൊ അതിൽ തന്നെ കണ്ടൽക്കാടുകളില്ലെന്നും നമ്മുടെ ജില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ. അപ്പൊ കണ്ടൽക്കാടിന്റെ ഒരുപാട് ഗവേഷണം അർഹിക്കുന്ന ഒരു വിഷയമാണ് കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോഴും
ഇതിന്റെ പല അറിവുകളും നമ്മുടെ പുതിയ കുട്ടികൾക്ക് അറിയില്ല. ഞാൻ ക്വിസ് മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും അധികം വിതരണം ചെയ്യുന്ന പീ കണ്ടലിന്റെ അല്ലെങ്കിൽ ഭ്രാന്തം കണ്ടലിന്റെ ചിത്രം കാണിച്ചാൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അറിയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ അല്ലെ ഒരു പ്രത്യേക ലോകത്ത് പ്രത്യേകിച്ച് പുഴകളിൽ തന്നെ നമ്മൾ അന്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം പുഴകളാൽ സമ്പന്നമാണ് കാസർഗോഡ്. പ്രത്യേകിച്ചിട്ട് ഈ കണ്ടൽക്കാടുകളും ഏറ്റവും കൂടുതൽ ഇല്ല ജില്ലകളിൽ ഒന്നാണ് നമ്മുടേത്. അപ്പൊ നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട കാണുന്നത് പ്രത്യേകിച്ചിട്ട് ഈ സ്വർണ്ണക്കണ്ടല് മൊഗ്രാൽ പുഴയിൽ മാത്രം കാണുന്നതാണ്. സ്വർണ്ണക്കണ്ടല്, ആപ്പിൾ കണ്ടല്, അതുപോലെ പീ കണ്ടല്, പിന്നെ ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി, വലിയ ഉപ്പട്ടി എന്നുണ്ടാവും. അപ്പൊ ഇതിൽ ഈ ചുള്ളിക്കണ്ടലിന്റെ ഉപ്പ്, നിങ്ങൾ ആ ഉപ്പ് പിന്നെ അതിന്റെ ഇലകളിൽ കാണും. അപ്പൊ ആ ഉപ്പൊന്ന് എടുത്തിട്ട് നാവിൽ സ്പർശിച്ചാൽ തന്നെ അതിന്റെ വ്യത്യാസം അറിയും. നമ്മൾ എത്രയോ ഉപ്പ് എന്ന് വേണം, നമ്മുടെ തലച്ചോറ് വരെ അത് എത്തും. അത്രയും ക്വാളിറ്റിയിലെ ഉപ്പാണ്. അതായത് കൃത്രിമമായിട്ടല്ല, ഈ പുഴയിലെ ഉപ്പ് കരയിലേക്ക് വ്യാപിക്കാതെ തടയുന്ന ഒരു ഇതാണ്. പിന്നെ അതുപോലെ പിന്നെ ഏതൊരു പിന്നെ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതി പ്രക്ഷോഭം വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു പുഴയിലെ നീന്തിപ്പം ഒരാൾക്ക് ഇതിന്റെ ഒരു വള്ളിക്കണ്ടലിലോ ഇതിനൊന്ന് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. എത്ര വലിയ കാറ്റ് വന്നാലും അത് നിൽക്കും. അത്തരത്തിലാണ് അതിന്റെ ഒരു ഘടന. അപ്പൊ ഏതായാലും നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ കോസ്റ്റൽ പോലീസ് നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനും കടൽ തീരം സംരക്ഷിക്കുന്നതിനും കണ്ടൽക്കാടുകൾ വഹിക്കുന്ന പങ്കിനെ പറ്റിയും പ്രളയത്തെ അതിജീവിച്ച കാസർഗോഡിന് നദികളും കണ്ടൽക്കാടുകളും കരുത്തായത് എങ്ങനെയെന്നതിനെക്കുറിച്ചും ഉദ്ഘാടകൻ സംസാരിച്ചു. ചടങ്ങിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യൂസഫ് നടുത്തറമ്മൽ, ഫിഷറീസ് AD അനിൽകുമാർ, SI-മാരായ ഉണ്ണിരാജൻ, രാധാകൃഷ്ണൻ, ASI രാജീവൻ എന്നിവർ സംസാരിച്ചു. വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നതെന്നും ഇതിന്റെ മറ്റു പ്രധാനപ്പെട്ട മറ്റു സവിശേഷതകളും ഇപ്പോൾ പലരും മാഷ് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. മാഷിക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. പിന്നെ ഒരുപാട് ഡോക്യുമെൻ്ററീസും മറ്റുമൊക്കെ പണിപ്പുരയിലാണ് ഫീച്ചേഴ്സും പിന്നെ ചെറിയ പിന്നെ ഷോർട്ട് ഫിലിംസും മറ്റുമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തെപ്പറ്റി നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന്റെ 3-ാം ദിനമായ വെള്ളിയാഴ്ച മറത്തുകളി നടന്നു. ബാത്തൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കൊയ്യോങ്കര ഭാസ്കര പണിക്കരും ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം ചാമുണ്ടിക്കുന്നിനെ പ്രതിനിധീകരിച്ച് പാണപ്പുഴ പത്മനാഭ പണിക്കരും പങ്കെടുത്തു. തൃപ്പൂണിത്തറ സംസ്കൃത കോളേജ് അധ്യാപകൻ VP ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. മാർച്ച് 25-ന് ബാലൂർ ഭണ്ഡാര വീട്ടിൽ നിന്നും തെയ്യം വരവോടുകൂടിയാണ് ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൂരോത്സവത്തിന് തുടക്കമായത്. പൂരോത്സവത്തിന്റെ 3-ാം ദിനമായ വെള്ളിയാഴ്ച ക്ഷേത്ര തിരുമുറ്റത്ത് മറത്തുകളി നടന്നു. ബാത്തൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കൊയ്യോങ്കര ഭാസ്കര പണിക്കരും ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം ചാമുണ്ടിക്കുന്നിനെ പ്രതിനിധീകരിച്ച് പാണപ്പുഴ പത്മനാഭ പണിക്കരും പങ്കെടുത്തു. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ് അധ്യാപകൻ VP ഉദയകുമാർ അധ്യക്ഷനായിരുന്നു. പറഞ്ഞ പദ്യത്തെ ഈ അനുവാചകർക്ക് എനിക്ക് തോന്നുന്നു ആ പദ്യം നിങ്ങളുടെ ഒരു എന്താ പറയുക ശൈലിയിലൂടെ വ്യാഖ്യാനിച്ച് അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ മർത്തകളിയുടെയൊക്കെ ഒരു പ്രധാന എന്താ പറയുക ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ സ്തോത്രങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
അത് കുറച്ചുകൂടെ സാധാരണക്കാർക്ക് സംസ്കൃതവും അതേപോലെ തന്നെ ഇത്രയേറെ പരന്ന വായനയും ആഴത്തിലുള്ള വായന ഇത് രണ്ടും വേണം. ഇത്രയും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സൗന്ദര്യലഹരിയിൽ പദ്യം വെച്ച് ഇത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വായനയ്ക്ക് ആഴവും വേണം, പരപ്പും വേണം. ഈ രണ്ടും ഉള്ള ഒരു എന്താ പറയുക വേദി, പൊതുവേദി നമ്മുടെ പഴയ ആളുകൾ ഉണ്ടാക്കിയെടുത്തത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവബോധം നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മാർച്ച് 31 പൂരക്കടവിലേക്കുള്ള എഴുന്നള്ളത്ത് തിരിച്ചു വന്നതിന് ശേഷം ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൂരംകുളി ചടങ്ങ് നടക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 1 വിഷ്ണുമൂർത്തി ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടുണ്ടാകും. തുടർന്ന് ബാലൂർ ഭണ്ഡാര വീട്ടിലേക്ക് തെയ്യത്തിന്റെ തിരിച്ചെഴുന്നള്ളത്തോടുകൂടി പൂരോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രമുഖ സോഷ്യലിസ്റ്റ് ജനതാദൾ മുൻ ജില്ലാ പ്രസിഡന്റ് ഉദുമ കെ ബാലകൃഷ്ണന്റെ 26ാം ചരമവാർഷിക ദിനവും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും കാഞ്ഞങ്ങാട് സൗത്ത് JP ഭവനിൽ നടന്നു. രാഷ്ട്രീയ ജനതാദൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ സോഷ്യലിസ്റ്റ് ജനതാദൾ മുൻ ജില്ലാ പ്രസിഡന്റ് ഉദുമ കെ ബാലകൃഷ്ണന്റെ 26ാം ചരമവാർഷിക ദിനവും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും കാഞ്ഞങ്ങാട് സൗത്ത് JP ഭവനിൽ വെച്ച് നടന്നു. രാഷ്ട്രീയ ജനതാദൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പരങ്കാവ് അധ്യക്ഷത വഹിച്ചു. നാഷണൽ കൗൺസിൽ അംഗം M കുഞ്ഞമ്പാടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാല ചരിത്രകാലം അനുഷ്ഠിക്കുന്ന യോഗത്തെ സംബന്ധിച്ച പാർട്ടിയുടെ ജില്ലയിലെ സമുന്നതരായ നേതാക്കൾ പാലക്ഷേത്രം നമ്മൾ വിട്ട് പിരിഞ്ഞിട്ട് 26 വർഷത്തെ നൂറ്റാണ്ടിലധികം പിന്നിട്ടിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിലും തീർച്ചയായും എല്ലാ വർഷവും ചെറുതായിട്ട് ഇതൊരു വലിയ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അനുസ്മരിക്കുന്ന ചടങ്ങ് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ചടങ്ങായി ഞാൻ കാണും. പഴയകാലത്ത് ഇപ്പോൾ ഇതൊരു പൂരത്തിൻ്റെ തിരക്കാണ്. ഈ പൂരോത്സവ നാളിലാണ് മഹാരാഷ്ട്രത്തിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ കാവുകളിലും മുണ്ടികളിലും തന്നെ പൂരോത്സവ പരിപാടികളുമായി നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്രയധികം ആളുകളെ അദ്ദേഹത്തിന് ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് സ്വാഭാവികമായിട്ട് യാതൊരു പങ്കെടുത്തത്. സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് K അമ്പാടി, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് P രമാദേവി, PV കുഞ്ഞിരാമൻ, ചന്ദ്രശേഖരൻ, പെരിയ മുഹമ്മദ് സാലി, E ബാലകൃഷ്ണൻ, VK ചന്ദ്രൻ, പവിത്രൻ മാസ്റ്റർ, PP രാജൻ, N വേലായുധൻ, M വിജയൻ, ശശിധരൻ അത്തിക്കോത്ത്, M കുമാരൻ, UK റാം മനോഹർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി അഹമ്മദ് അലി കുമ്പള സ്വാഗതവും കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് UK ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 1911 സ്ഥാപിതമായ കേരള കൗമുദി ദിനപത്രം ജനകീയതയുടെ 115ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാ പരിപാടിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോമൊബൈൽ മേഖലയിൽ മലയാളത്തിലെ ആദ്യ പുസ്തക രചയിതാവായ TV രാജേഷ് ബാബുവിന് കളക്ടർ യൂത്ത് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. BFSC ബദിയടുക്ക ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് K നമ്പ്യാർ എഴുതിയ കവിതാ സമാഹാരം അക്ഷരമുത്തുകൾ പ്രകാശനം ചെയ്തു. DMO A രാംദാസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് K നമ്പ്യാർ എഴുതിയ കവിത സമാഹാരം അക്ഷരമുത്തുകൾ ആരോഗ്യവകുപ്പ് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ MV രാംദാസ്, BFHC ബദിയടുക്ക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിത പുരുഷോത്തമന് നൽകി പ്രകാശനം ചെയ്തു. ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വഴിതെറ്റിപ്പോകുന്ന ഒരു സ്ഥലത്തു നിന്നും രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ച് ഇത്തരം ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ജോലിയിൽ ഒരു കണ്ണിയാവാൻ എനിക്കും സാധിച്ചു എന്നുള്ളതിൽ ആത്മാർത്ഥമായി ഞാൻ സന്തോഷിക്കുന്നു. ഇനിയുള്ള ഭാവി ജീവിതത്തിലും ഇത്തരം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈജു S റാം സ്വാഗതം പറഞ്ഞു. ഔദ്യോഗിക ജീവിതത്തോടൊപ്പം കവിത എഴുത്തും തികച്ചും വ്യക്തിത്വ വികസനത്തിനും സർഗാത്മക കഴിവുകൾ വാർത്തെടുക്കാൻ കഴിയുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ഡോക്ടർ ഷാൻഡി, ഡോക്ടർ ബേസിൽ, PHN അമ്പിളി എന്നിവർ സംബന്ധിച്ചു.
ചടങ്ങിൽ കവിതാ രചയിതാവ് രാജേഷ് കെ നമ്പ്യാർ നന്ദി രേഖപ്പെടുത്തി. ചേറ്റുകുണ്ട മീത്തൽ വീട് തറവാട് തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 7, 8, 9 തീയതികളിലായി നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട്ടിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ടിനായി പള്ളിക്കര കൃഷിഭവന്റെ സഹായത്തോടെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭന ഉദ്ഘാടനം ചെയ്തു. ജനസഹസ്രങ്ങൾക്ക് അന്നം മുട്ടാനുള്ള വിഷരഹിത പച്ചക്കറിയുടെ വിളവെടുപ്പ് മഹോത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത്രത്തോളം ജനസഞ്ചയങ്ങൾ ഇവിടെ രാവിലെ തന്നെ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതോടൊപ്പം പ്രകൃതിയും കനിഞ്ഞു തന്നെ പറയാം. ഞാനൊരു കൃഷിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും നല്ല വെള്ളരിക്കയെല്ലാം കാണുമ്പോൾ ഇതൊരു പ്രകൃതിയുടെ ഒരു വരദാനമായിട്ടാണ് ഇത്രയും നല്ല പച്ചക്കറി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വയനാട്ടുകുലവൻ തെയ്യംകെട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കൃഷിയും നായാട്ടും ഇഴചേർന്ന ഉർവരമായ ഒരു കാർഷിക സംസ്കൃതിയുടെ പുരാവൃത്താണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ളത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പി അബ്ബാസ്, പള്ളിക്കര കൃഷി ഓഫീസർ പി വി ജലേഷൻ, കൃഷി അസിസ്റ്റന്റുമാരായ സി ബാബു, കെ ഭാസ്കരൻ, ജനറൽ കൺവീനർ സുകുമാരൻ ചേറ്റുകുണ്ട്, കോർഡിനേറ്റർമാരായ പി രാജൻ, പ്രേംകുമാർ മീത്തൽ, പാലക്കുന്ന ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ, സെക്രട്ടറി ടി കെ പ്രദീപ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് പി സുനിത, പി നാരായണൻ, രാജു ഇട്ടമ്മൽ, ശശി കൊളവയൽ എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 7, 8, 9 തീയതികളിലായാണ് തെയ്യംകെട്ട് ഉത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ശ്രീശൈലം ദേവീക്ഷേത്രം ചൈത്ര നവരാത്രി മഹോത്സവം ആധ്യാത്മിക കലാപരിപാടികളോടെ സമാപിച്ചു. ശ്രീചക്ര നവാരണ ഹോമത്തോടുകൂടി ലളിതാ സഹസ്രനാമ സമേതം ശ്രീ സൗന്ദര്യ ലഹരി മഹായജ്ഞവും നടന്നു. പെരിയ ശ്രീശൈലം ദേവീക്ഷേത്രം ചൈത്ര നവരാത്രി മഹോത്സവം ആധ്യാത്മിക കലാപരിപാടികളോടെ സമാപിച്ചു. ശ്രീചക്ര നവാരണ ഹോമത്തോടുകൂടി ലളിതാ സഹസ്രനാമ സമേതം സൗന്ദര്യലഹരി മഹായജ്ഞവും നടന്നു. മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം ചെയ്ത ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മംഗലാപുരം റോമോണ പെരേര എന്ന കുട്ടിയുടെ നൃത്ത ആവിഷ്കാര സമർപ്പണവും നടന്നു. കണ്യാന കണിയൂർ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം സ്വാമിജിയും അഖണ്ഡ ഭാരത സനാതന സന്ത് സമിതി ദേശീയ ഖജാൻജിയുമായ ശ്രീ മഹാബലേശ്വരാനന്ദ സരസ്വതി സ്വാമിജി അനുഗ്രഹ ഭാഷണം നടത്തി. ശ്രീശൈലം ദേവീക്ഷേത്ര തന്ത്രിയും അഖണ്ഡ ഭാരത സനാതന സത് സമിതി ദേശീയ അധ്യക്ഷൻ മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി സൗന്ദര്യലഹരി ഹോമത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് സംസാരിച്ചു. മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതി ഹോമത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീകൃഷ്ണമൂർത്തി മൈസൂർ, നിഖിൽ മൈസൂർ, ധനുഷ് മൈസൂർ എന്നീ പുരോഹിതന്മാർ പരികർമ്മിത്വം വഹിച്ചു. ചന്ദ്രശേഖര മാരാർ, പ്രശാന്ത് മാരാർ എന്നിവരുടെ വാദ്യവും അരങ്ങേറി. റിട്ടയർഡ് പ്രൊഫസർ CPP മാധവൻ നായർ, റിട്ടയർഡ് ജില്ലാ കളക്ടർ ജയശ്രീ രവീന്ദ്രൻ നായർ, പീതാംബരൻ നായർ, A. വിജയൻ നായർ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ P. ബാലചന്ദ്രൻ നായർ, T. പുരുഷോത്തമൻ നായർ എന്നിവർ സംസാരിച്ചു. P. മുരളീധരൻ നായർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന രമേശ് ചെന്നിത്തല. UDF-നെ പരാജയപ്പെടുത്താൻ LDF-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്. NDA-യുടെ വോട്ട് CPM-ലേക്ക് പോയപ്പോഴാണ് തുടർഭരണം കിട്ടിയതെന്നും 2021-ൽ മോദിയും പിണറായിയും തമ്മിലുള്ള ധാരണയാണ് ഇപ്പോഴും തുടരുന്നതെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ 5 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ. വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ 5 ബൂത്തുകളുടെ പൂർണ്ണ നിയന്ത്രണം വനിതകൾക്കായിരിക്കും.
പയ്യന്നൂർ എടാട്ട് വൻ ലഹരിവേട്ട. ദമ്പതികളടക്കം 3 പേർ പോലീസിന്റെ പിടിയിലായി. 41 ഗ്രാം MDMA-യും 241 മില്ലി ഹാഷിഷ് ഓയിലുമാണ് പോലീസ് പിടികൂടിയത്. ബേക്കൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ തളങ്കര ബീച്ച് പാർക്കിന് സമീപം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയുടെ നിർദ്ദേശപ്രകാരം കടൽ തീര സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. സിനിമാ താരവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായ ബിനീഷ് കോടിയേരിയും സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ചേർന്ന തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് തൃക്കരിപ്പൂർ ടൗണിൽ മോർണിംഗ് വാക്ക് നടത്തി. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാക്ക് സംഘടിപ്പിച്ചത്. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന്റെ 3ാം ദിനമായ വെള്ളിയാഴ്ച മറത്തുകളി നടന്നു. ബാത്തൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കൊയ്യോങ്കര ഭാസ്കര പണിക്കരും ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം ചാമുണ്ടിക്കുന്നിനെ പ്രതിനിധീകരിച്ച പാണപ്പുഴ പത്മനാഭ പണിക്കരും പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെറികെട്ട ഭാഷാ പ്രയോഗം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടെ മാറ്റിക്കൊടുക്കുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോഴിക്കോട് MP-യുമായ AK രാഘവൻ പറഞ്ഞു. തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ മണ്ഡലം തല പര്യടനം വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.